എൻ്റെ വീട് വയലിൻ്റെയൊക്കെ കരയിലായിരുന്നു കേട്ടോ. ഞാൻ ജനിച്ചു വളർന്നതും ഒക്കെ കായലും വയലൊക്കെ ഉള്ള ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോഴേ ഇങ്ങനെ കൃഷിയൊക്കെ കണ്ടാണ് കേട്ടോ ഞാൻ വളർന്നത്. അപ്പോൾ എനിക്ക് കൃഷിയോട് അപ്പോഴൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് 2 മക്കളൊക്കെ ആയ ശേഷമാണ് കേട്ടോ ഈ കൃഷിയോടൊക്കെ ഇത്തിരി താല്പര്യമുള്ള. അപ്പോൾ ഇപ്പോൾ ഇത് സ്വന്തമായിട്ടൊക്കെ നട്ട് അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെ കേട്ടോ. അങ്ങനെ ഇത് ആഗ്രയിൽ പോയപ്പോൾ വാങ്ങിച്ച ഒരു വിത്താണ് കേട്ടോ ഇത്. കുറ്റി അമരയുടെ വിത്താണ് കേട്ടോ വാങ്ങിച്ചത്. വള്ളി പോലെ പോണത് കൊണ്ട് കുറ്റിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇത് ഗ്രോ ബാഗിൽ നടാനായിട്ട് കുറ്റിയായിട്ടുള്ളതാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതിന് മുന്നേ ഞാൻ ഒരിക്കൽ ഇങ്ങനെ റഫായിട്ട് നട്ട് തറയിൽ നട്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് നല്ല പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരിത് കൊണ്ട് ആഗ്രഹം കൊണ്ട് ഞാൻ വീണ്ടും വാങ്ങിയതാണ് കേട്ടോ. വീണ്ടും വാങ്ങി നന്നായിട്ട് ഗ്രോ ബാഗിലാണ് കേട്ടോ നട്ടത്. അപ്പോൾ ഇത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നല്ല ഇതായി കേട്ടോ. അപ്പം ഞാൻ ഇതിന് അടിവളം നന്നായിട്ട് കൊടുക്കണം കേട്ടോ. കാരണം പിന്നീട് ഇതിന് അധികം വളത്തിന്റെ ആവശ്യം വരണില്ല. ഈ അടിവളമാണ് നല്ല ഇതായിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് പൊടിച്ചപ്പോൾ അവിടുന്ന് സ്ഥലമൊക്കെ മാറ്റി കേട്ടോ. അപ്പം ഇതിലെ ആണ് താഴെ മുതൽ ഇങ്ങ് മേൾ വരെയും പൂവുണ്ട്. നമുക്ക് നല്ല അടുക്കള ഗാർഡനിൽ നല്ല വയ്ക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. കാരണം അധികം എഫേർട്ട് ഒന്നും എടുക്കാതെ തന്നെ നല്ല രീതിക്ക് നമുക്ക് കായൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പം നിറച്ച് കണ്ടോ താഴെ മുതൽ മേളറ്റം വരെ ഇതുണ്ട് കേട്ടോ. അമരയ്ക്ക പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല നീളമുള്ളതും ഉണ്ട് നീളം കുറഞ്ഞതും ഉണ്ട് കേട്ടോ ഇതില്. അപ്പം ഇന്ന് അതിന്റെ വിളവെടുപ്പായിരുന്നു. അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷത്തോടെയാണ് കേട്ടോ പോയി വിളവെടുത്തത്. രാവിലെ മഴയായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ മഴയത്ത് കഴിഞ്ഞ ഉടനെ തന്നെ പോയി എടുത്തു കേട്ടോ. അപ്പൊ ഇത്രയും ഏകദേശം നമുക്ക് ഒരു ദിവസത്തേക്കുള്ള ഒരു അമരയ്ക്ക കിട്ടി കേട്ടോ.